സിസേറിയൻ കഴിഞ്ഞാണോ? എന്നാൽ നടക്കാൻ പാടില്ല, ജീവിതകാലം മൊത്തം നടുവേദനയായിരിക്കും, വയറൊരിക്കലും കുറയില്ല, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിലൊക്കെ എത്രത്തോളം ശരിയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിസേറിയൻ കഴിഞ്ഞാൽ നടക്കാനേ പാടില്ല എന്നുള്ളതാണ്. ഇതൊരു തെറ്റിദ്ധാരണയാണ്. പലപ്പോഴും സർജറി കഴിഞ്ഞ് പേഷ്യൻസിനെ നമ്മൾ ICUവിൽ നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് മുന്നേ തന്നെ നമ്മൾ നടത്താൻ തുടങ്ങാറുണ്ട്. ഡോക്ടർ അഡ്വൈസ് കൂടിയിട്ടുള്ള ഈ ഒരു ഏർലി മൊബിലൈസേഷൻ പലപ്പോഴും പേഷ്യൻസിന്റെ റിക്കവറി സ്പീഡാക്കുകയാണ് ചെയ്യുക. മാത്രമല്ല ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ക്ലോട്ടുകൾ വരുന്നത് കുറക്കാനും മറ്റുള്ള കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും ഒക്കെ ഇത് നല്ലതാണ്. രണ്ടാമത് കേട്ടുവരുന്ന ഒന്നാണ് സിസേറിയൻ കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ജീവിതകാലം മൊത്തം നടുവേദന ആയിരിക്കും എന്നുള്ളത്. പലരും സ്പൈനൽ അനസ്തേഷ്യ കാരണമാണ് ഈ ബാക്ക് പെയിൻ വരുന്നത് എന്നാണ് കരുതുന്നത്. പക്ഷേ ആസ് എൻ അനസ്തറ്റിസ്റ്റ് ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ നടുവേദനയും സ്പൈനൽ അനസ്തേഷ്യയും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ഇത് ഉണ്ടാവുന്നതിന് പ്രധാന കാരണം ഒന്ന് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ഒരുപാട് ഹോർമോൺ ചേഞ്ചസ്, പിന്നെ ഈ പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പോസ്ചർ ചേഞ്ചസ്, വെയിറ്റ് ഷിഫ്റ്റ്, സ്പൈനിൽ വരുന്ന കുറച്ച് അലൈൻമെന്റ് ചേഞ്ചസ്. മാത്രമല്ല സർജറി കഴിയുമ്പോൾ നമ്മുടെ കോർ മസിൽസ് ഒക്കെ ഒന്ന് വീക്ക് ആവുകയും ചെയ്യും. പിന്നെ കുറെ ആൾക്കാരിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴുള്ള ഒരു ഇൻകറക്റ്റ് പോസ്ചർ. ശരിക്കും ഇതൊക്കെയാണ് ഈ ബാക്ക് പെയിനുള്ള കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ്. ഒരു പരിധി വരെ ശരിയായിട്ടുള്ള എക്സസൈസും പോസ്റ്റർ കറക്ഷനും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ബാക്ക് പെയിൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കേൾക്കുന്ന ഒന്നാണ് സിസേറിയൻ കഴിഞ്ഞാൽ വയറ് കുറയില്ല എന്നുള്ളത്. ഇത് സിസേറിയൻ ആയാലും ശരി, നോർമൽ ഡെലിവറി ആയാലും ശരി, ഒരു ഡോക്ടറുടെ പ്രോപ്പർ ഗൈഡൻസോട് കൂടി കൃത്യമായിട്ട് സമയത്ത് നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും, അതുപോലെ ബാലൻസ് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പഴയ ഷേപ്പിലേക്ക് നമുക്ക് മടങ്ങാൻ പറ്റും. പിന്നെ കേട്ടിട്ടുള്ള തെറ്റിദ്ധാരണയാണ് സിസേറിയൻ കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അമ്മയും കുഞ്ഞും സ്റ്റേബിൾ ആണെങ്കിൽ, അമ്മ ബോധാവസ്ഥയിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ആക്കാവുന്നേ ഉള്ളൂ. മാത്രമല്ല ഇത് കുഞ്ഞിന്റെ ഇമ്മ്യൂണിറ്റിക്കും പിന്നെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ് സ്ട്രോങ് ആക്കാനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്.